അടുത്തത് MAT 204 ലാസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനാണിത്. ഡിസ്ക്രീറ്റ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് റാൻഡം വേരിയബിൾ, ഒരു റാൻഡം വേരിയബിൾ മാത്രം വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. അടുത്തത് വരുന്നതാണ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് രണ്ട് വേരിയബിൾസ് ഇതിൽ വരും, രണ്ട് റാൻഡം വേരിയബിൾ വരും. എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ രണ്ട് റാൻഡം വേരിയബിൾ വരും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊരു ടേബിളായിട്ട് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും, ഒരു റാൻഡം വേരിയബിൾ വരും, അതിൻ്റെ പ്രോബബിലിറ്റി താഴെ ഉണ്ടാവും. ഇങ്ങനെയാണല്ലോ നമ്മൾ ടേബിൾ വരിക. ഇനി അതിന് പകരം നമുക്ക് രണ്ട് റാൻഡം വേരിയബിൾ വരും, എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾ വരും. ഇനിയിപ്പോൾ ഇവിടെയാണ് ഞാൻ എക്സ് എടുത്തതെങ്കിൽ ഇതിൻ്റെ വാല്യൂസ്, എക്സിന് എടുക്കാവുന്ന, ഈ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിന് എടുക്കാവുന്ന വാല്യൂസ് ഞാനിപ്പോൾ X1, X2, X3 മൂന്നെണ്ണം മാത്രം എടുത്തു കേട്ടോ. ഇപ്പോൾ ഒരു മൂന്നെണ്ണം അങ്ങനെ എടുത്തു. എക്സിന് എടുക്കാവുന്ന വാല്യൂസ് X1, X2, X3. വൈക്ക് എടുക്കാവുന്ന വാല്യൂസ് Y1, Y2, Y3 മൂന്നെണ്ണം എടുത്തു. മൂന്നെണ്ണം ഈക്വലായിട്ട് വരണം എന്നൊന്നുമില്ല. ചിലതിൽ രണ്ടെണ്ണം, ചിലതിൽ മൂന്നെണ്ണം ഒക്കെ വരും. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇനി നോക്കുക, നമ്മളിവിടെ എടുക്കുന്നത് സാധാരണ നമ്മളിവിടെ എന്താ എടുക്കുക, X1. ഇപ്പോൾ X1 = ഇതിപ്പോൾ 0 ആണെങ്കിൽ 0 വരാനുള്ള പ്രോബബിലിറ്റി ഇവിടെ P(0). ഇവിടെ 1 ആണെങ്കിൽ 1 വരാനുള്ള പ്രോബബിലിറ്റി P(1) കാണും. ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്, ഇവിടെ പ്രോബബിലിറ്റി എടുക്കുന്നത് നമ്മളെടുക്കുന്ന എക്സ്പെരിമെൻറ്റിൽ X1ഉം Y1ഉം ഒരുമിച്ച് വരാനുള്ള പ്രോബബിലിറ്റി, X1, Y1 വരാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇവിടെ നമ്മളെടുക്കുന്നത് X1, Y1 ആണ്, അല്ലെങ്കിൽ Y1, X1. Y1, X1 ആണ്, Y1, X1 ആണ് ഇവിടെ വരിക. ഇനി ഇവിടെ എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് ഇത് Y1ഉം ഇത് X2ഉം, Y1, X2. അതായത് ഇപ്പം ഇത്രയുള്ള സംഭവം, രണ്ട് ഡൈ ടോസ് ചെയ്യാണ്. അപ്പോൾ അതിൽ എക്സ് നമ്മൾ എടുക്കുന്നത് ഓഡ് നമ്പേഴ്സ് മാത്രമാണ്, 1, 3, 5. വൈ നമ്മൾ എടുക്കുന്നത് ഈവൻ നമ്പേഴ്സ് മാത്രമാണ്, 2, 4, 6. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും വരാനുള്ള പ്രോബബിലിറ്റീസ്. അപ്പോൾ എക്സിൽ ഓഡ് നമ്പറും വൈയിൽ ഈവൻ നമ്പറും വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ കോമ്പിനേഷൻ എടുക്കാം, 1, 2, 3, 2, 5, 2 അങ്ങനെ. അപ്പോൾ നമ്മളിവിടെ പ്രോബബിലിറ്റി എന്താ വരിക, പ്രോബബിലിറ്റി ഓഫ് Y1, X1. വൈയിൽ Y1ഉം എക്സിൽ X1ഉം വരാനുള്ള പ്രോബബിലിറ്റി ഇത്. ഇനി ഇവിടെ വരിക പ്രോബബിലിറ്റി ഓഫ് Y1, X2. ഇവിടെ എന്താ വരിക, പ്രോബബിലിറ്റി ഓഫ് Y1, X3. Y1ഉം X3യും ഒരുമിച്ച് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചെഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് Y2, X1 അല്ലേ. ഇവിടെ എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് Y2, X2. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് Y2, X3 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് Y3, X1. ഇവിടെ Y3, X2. ഇവിടെ Y3, X3 ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരിക. ഇനി ഇതിൽ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അതായത് ഇതെല്ലാം, ഈ പ്രോബബിലിറ്റി, ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 1 ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ എക്സ്പെരിമെൻറ്റും പോലെ തന്നെ ഇതിൽ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതായത് സിഗ്മ ij, പ്രോബബിലിറ്റി ഓഫ് xi, yj ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ടോട്ടൽ പ്രോബബിലിറ്റി 1 കിട്ടും. ഇനി പിന്നെ അതിലൊരു കാര്യം എന്താ വെച്ചാൽ, ഈച്ച് പ്രോബബിലിറ്റി, അത് എല്ലാം നമ്മളിതുവരെ പറഞ്ഞ പോലെ തന്നെ ഈച്ച് പ്രോബബിലിറ്റി എന്തായിരിക്കും, >= 0 ആയിരിക്കും. അതെന്തായാലും അങ്ങനെ തന്നെയാണ് വരിക. ഇനി പുതിയൊരു കാര്യം വരുന്നത് ഇവിടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും ഉണ്ട്, അതുപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും ഉണ്ട്. അപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സിനെ നമ്മൾ ഒന്നുകിൽ
പി എക്സ് ഓഫ് എക്സ് എന്നെഴുതും, അല്ലെങ്കിൽ ഓർ എഫ് എക്സ് ഓഫ് എക്സ് എന്നെഴുതും. അപ്പോൾ ഇവിടെ നിങ്ങൾ പി ആയിട്ടാണ് എടുത്തതെങ്കിൽ പി എക്സ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് എക്സ് ഓഫ് എക്സ്. ഇനി വൈയുടെ ആണെങ്കിൽ നമുക്ക് എന്ത് വരും? പി വൈ ഓഫ് വൈ അല്ലെങ്കിൽ എഫ് വൈ ഓഫ് വൈ. ഓക്കെ, ഇത് കാണാൻ ഇത്രയേ ഉള്ളൂ പരിപാടി. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. ഇപ്പോൾ ഇവിടെ വൈ ആണല്ലോ, വൈൻ്റെ നേരെ എന്താ ഇവിടെയാണ് നമ്മൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ, അതായത് പി വൈ ഓഫ് വൈ എടുക്കുന്നത്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ്, ഞാനിപ്പോൾ ഇവിടെ y1 എടുക്കുകയാണ്, പി വൈ ഓഫ് y1, അതായത് വൈക്ക് നമ്മളൊരു മാർജിൻ കൊടുക്കും. പി വൈ ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്ക് നമ്മളൊരു മാർജിൻ കൊടുക്കും, അതായത് വൈ നമ്മൾ ഫിക്സഡ് ആക്കി വെക്കും. എന്നിട്ട് ബാക്കിയുള്ള ആ വൈ ഫിക്സഡ് ആക്കി വെച്ചിട്ട് അതിൻ്റെ കൂടെ വരുന്ന പ്രോബബിലിറ്റീസ് മാത്രം എടുക്കും. ഇപ്പോൾ പി വൈ ഓഫ് y1 എന്ന് പറഞ്ഞാൽ y1ൻ്റെ കൂടെ വരുന്ന ഏതൊക്കെ കോമ്പിനേഷൻ ഉണ്ടോ അതിൻ്റെയൊക്കെ പ്രോബബിലിറ്റീസ് നമ്മളെടുക്കും. അപ്പോൾ അതെന്താ വരിക? ഇവിടെയല്ലേ y1 വരുന്നത്. അപ്പോൾ y1ൻ്റെ കൂടെ വരുന്നത് ഇവിടെ ഉണ്ട്, ഇവിടെ y1 ഉണ്ട്, ഇവിടെ y1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? പ്രോബബിലിറ്റി ഓഫ് y1 x1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് y1 x2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് y1 x3. മനസ്സിലായില്ലേ? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറയുമ്പോൾ പി വൈ ഓഫ് വൈ, അതിൽ y1ൻ്റെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ y1നെ നമ്മൾ അവിടെ മാർജിനിൽ ഫിക്സ്ഡ് ആക്കി വെക്കും. ബാക്കി എക്സ് മാറും. y1 ഇവിടെ ഫിക്സ്ഡ് ആക്കി വെക്കും, പിന്നെ അതിൻ്റെ കൂടെയുള്ള x1 പി y1 x1 y1 x2 y1 x3 അതിൻ്റെ എല്ലാം കൂടെ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യും. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ ഇത് കിട്ടും. അതുപോലെ തന്നെ ഇതെന്താണ്? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y2ൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണ്. അപ്പോൾ മാർജിനിൽ വെക്കേണ്ടത് ആരാണ്? y2 എന്ന് പറഞ്ഞ ആളെ മാർജിനിൽ അവിടെ വെക്കുക, ബാക്കി എക്സ് മാത്രം മാറും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് y2 ഫിക്സ്ഡ് ആക്കി വെച്ചു. y2 x1 പ്ലസ് y2 x2 പ്ലസ് y2 x3. ഓക്കെ, ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ y2ൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അതുപോലെ മാർജിനൽ പ്രോബബിലിറ്റി. പിന്നെ ഇവിടെ എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് y3യുടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ എന്ത് ചെയ്യുക? y3നെ ഫിക്സ്ഡ് ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് y3 x1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് y3 x2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് y3 x3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുകയാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്നതെന്ന് ഇത് കണ്ടുപിടിച്ച് വയ്ക്കുക, എന്നിട്ട് പുതിയൊരു ടേബിൾ ഉണ്ടാക്കുക. നമ്മളോട് y ആണ് വേണ്ടത്. നമ്മളോട് ചോദിച്ചത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y ആണ്. വൈക്ക് എടുക്കാവുന്ന വാല്യൂസ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് y1 y2 y3 ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ പി വൈ ഓഫ് y1 ഇവിടെ കൊടുക്കുക. ദെൻ അടുത്തത് പി വൈ ഓഫ് y2 ഇവിടെ കൊടുക്കുക. ഇവിടെ പി വൈ ഓഫ് y3 ഇവിടെ കൊടുക്കുക. ഓക്കെ, y1ൻ്റെ നേരെ ആഡ് ചെയ്തിരിക്കുന്ന ഈ വാല്യൂസാണ് ഇവിടെ വരിക, y2ൻ്റെ നേരെ ആഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y എന്ന് പറയുന്നത്. അതുപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കാണണം. അപ്പോൾ എക്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കാണാൻ എക്സിനെ നമ്മൾ ഫിക്സഡ് ആക്കി അവിടെ വയ്ക്കും. അപ്പോൾ എക്സിനെ x1 ഫസ്റ്റ് x1 എടുത്തു, ഇതാണ് x1. ഓക്കെ, ഈ x1 ഫിക്സഡ് ആക്കി വെച്ചു. ഇനി ഇതാണ് നമ്മളുടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് വരുന്നത്. അപ്പോൾ എക്സിനെ ഫിക്സഡ് ആക്കി വെച്ചാൽ നമുക്കിവിടെ എന്ത് കിട്ടും? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് x1 ഫിക്സഡ് ആക്കി വെച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y1 x1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് y2 x1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് y3 x1, y1 x1 പ്ലസ് y2 x1 പ്ലസ് y3 x1. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ x1ൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ കിട്ടും. ഇനി x2ൻ്റെ പി എക്സ് ഓഫ് x2 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക? പി എക്സ് ഓഫ് x2 കിട്ടാൻ
നമ്മൾ ചെയ്യേണ്ടത് ഇതാ Py1x2 ഇതാ. ഇനി x2നെയാണ് ഫിക്സ്ഡ് ആക്കി വെക്കേണ്ടത്. x2നെ ഫിക്സ്ഡ് ആക്കി വെക്കുമ്പോൾ y1x2 ഇത് ആഡ് ചെയ്യാം. y2x2 പ്ലസ് y3x3 ഈ 3 പ്രോബബിലിറ്റി കൂടെ ആഡ് ചെയ്താൽ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് x2 കിട്ടി. അതുപോലെ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് x3 കാണാൻ നമ്മൾ എന്ത് ചെയ്യും? x3നെ ഫിക്സ്ഡ് ആക്കി വെക്കും. x3നെ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് y1x3 പ്ലസ് y2x3 പ്ലസ് y3x3 ഇത് 3 കൂടെ കൂട്ടിയാൽ x3ൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ഓക്കെ, അതുപോലെ ഇവിടെ എഴുതി വയ്ക്കുക. x1 x2 x3 ആക്കുക മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x. അപ്പോൾ px ഓഫ് x1 px ഓഫ് x2 px ഓഫ് x3. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയൊരു കാര്യം വരുന്നത്, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂ എക്സ് എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സിഗ്മ എക്സ് ഐ പി എക്സ് ഓഫ് എക്സ് ഐ ആണ് ചെയ്യുക. അതായത് എന്ത് ചെയ്യും? x1 ഇൻറ്റു പി എക്സ് ഓഫ് x1. ഓക്കെ, x1 ഇൻറ്റു മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x1 പ്ലസ് x2 ഇൻറ്റു പി എക്സ് ഓഫ് x2 ഇൻറ്റു പി എക്സ് ഓഫ് x2 പ്ലസ് പിന്നെ x3 ഇൻറ്റു പി എക്സ് ഓഫ് x3 ഇൻറ്റു പി എക്സ് ഓഫ് x3. ഓക്കെ, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ മീൻ കിട്ടും. ഓക്കെ, അതുപോലെ മീൻ ഓഫ് വൈ എങ്ങനെ കാണാം? മ്യൂ വൈ എന്ന് പറയും. അപ്പോൾ എന്ത് വരും? സിഗ്മ വൈ ഐ പി വൈ ഓഫ് വൈ ഐ. അതായത് y1 എടുക്കുക എന്നിട്ട് y1ൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക പ്ലസ് y2 ഇൻറ്റു y2ൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് y3 ഇൻറ്റു y3യുടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ ആവറേജ് കിട്ടും, അല്ലെങ്കിൽ മീൻ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ കിട്ടും. ഇത്രയും കാര്യമാണ് ഇതിൽ വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം നോക്കാം.